ചേച്ചി ഒരു പാട്ട് പാടിത്തരുമോ? കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ. കൂടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചല്ലേ? ഇല്ല, ഞാൻ കൂടി ഇടങ്ങിനെ ഞാൻ കൂടി. കാരണം ഈ ഒരു പാട്ടിന്റെ ഭംഗി തന്നെ ആ സോളോ നേച്ചർ വേണമെങ്കിൽ ഇപ്പൊ എന്താ കൈ തരൂ, കൈ നിറയെ വെണ്ണ തരാം കവിളിലൊരുമ്മ തരാം. അതാണ് പ്രശ്നമായത്. കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭാര്യ ഉമ്മ വെച്ചതിന് ആൾക്കാർ ചീത്ത വിളിച്ച എന്തിനും അല്ല കുറച്ച് എന്താണ് പ്രായം ഇപ്പൊ ഒരു 26-27 വയസ്സുള്ളവരൊക്കെ കല്യാണം കഴിച്ചിട്ട് അവർ എന്ത് തെമ്മാടിത്തരം ചെയ്താലും ഒരു കുഴപ്പമില്ല. അത് തെമ്മാടിത്തരം എന്നല്ല, അതിന് മുന്നേ ആയാലും കാണുന്നില്ല. ഇപ്പം ഫോട്ടോഷൂട്ട് ആയാലും എന്തായാലും അതൊന്നും ഒരു വിഷയമല്ല. അയ്യോ ഇത് മറ്റേ പ്രായമുള്ള ഒരാള് കല്യാണം കഴിച്ചല്ല, അപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല. അവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പ്രായത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് ഇല്ല, പ്രായമില്ലെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെയല്ല ചോദിച്ചു, ഒരു ലുക്ക് വെച്ചിട്ട് ഇവരെങ്ങനെയാണ് ആൾക്കാരെ ഇങ്ങനെ ജഡ്ജ് ചെയ്തെന്നുള്ളതാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് ഈ പ്രായം ഇല്ലവർക്ക് മറുപടി കൊടുത്താലോ ഒരു ഉമ്മ കൊടുക്കും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നേ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്ക് ഹഗ് ചെയ്യണം, ഞാൻ ഏട്ടനോട് ഞാൻ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലായാലും ഏട്ടാ ഒരു ഹഗ്, അത് ചിലപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടാവാം, ഇല്ലെങ്കിൽ സന്തോഷം കൊണ്ടാവാം, ഞാൻ ചോദിക്കും. അതിപ്പോൾ എത്ര ആളുണ്ടെന്നൊന്നും ഞാൻ, എനിക്ക് എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഹഗ് ചെയ്യുന്നതിൽ ആരെയും പേടിക്കണ്ട. പക്ഷെ അത് എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാം ഈ ഒരു സെക്സിന്റെ ഭാഷയിൽ ഇവര് അതൊരു സ്നേഹത്തിന്റെ ഭാഷയായിട്ട് കാണാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ പ്രമുഖനായ ഒരു വ്യക്തി, അദ്ദേഹം ആരെ കണ്ടാലും സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയും ചെയ്ത്, അപ്പോൾ അതിനെ ആൾക്കാർ തെറ്റായിട്ട് കാണില്ല, കാരണം അദ്ദേഹത്തിന് പ്രായമായി. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങുന്നത് എന്റെ കാര്യയോടെയാണ്, ഞാൻ വേറെ ആരോടും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ആൾക്കാർക്ക് അത് കുറ്റം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രായമില്ലവർക്ക് ഇതൊന്നും ഇല്ലേ? അല്ല ഈ സ്നേഹ അവര് ചിന്തിക്കുന്ന രീതിയിലല്ല, നമുക്ക് സ്നേഹിച്ചൂടെ? പ്രായമില്ലവർ ഇപ്പൊ നമുക്ക് പ്രായമായി തന്നെ വിചാരിക്കും. മനസ്സിലാവുന്നില്ലാത്തോണ്ട് നമുക്ക് ഒരു മെന്റലി നമ്മള് അത്രയും തകർന്നിരിക്കുമ്പോ ഒരു ഹഗ് നമ്മളൊരു സങ്കടപ്പെട്ടിരിക്കുമ്പോ ഞാൻ ഇപ്പൊ വീട്ടില് ഇപ്പൊ രണ്ടാളും ഏട്ടൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും നിൽക്കുന്ന അവിടെയാണ്, മുക്കോലയാണ് നിൽക്കുന്നത്. അപ്പോൾ ഏട്ടൻ പലപ്പോഴും വന്നാലേ എനിക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ചില സമയത്ത് എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ ഏട്ടനെ വിളിക്കും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും. അപ്പം ഞാൻ ഏട്ടനോട് പറയട്ടെ, ഞാൻ ഇന്ന് വരുന്നുണ്ടേ, എനിക്ക് ഹഗ് തരണേ. ഞാൻ പറയും എനിക്കെൻ്റെ ഭർത്താവിനോട്. അപ്പം എനിക്കെൻ്റെ മനസ്സിനകത്തുള്ള ആ ഒരു ചേർത്ത് പിടിക്കലിൽ ഒക്കെ തീർന്നു ഇവിടെ, ആ ഒരു വിഷമമൊക്കെ പോയി. അതാണ്, അല്ലാണ്ട് ഇവര് ചിന്തിക്കുന്ന രീതിയിൽ. കുഞ്ഞുമോക്ക് ഷെഡ്യൂള് ഉള്ള സമയത്ത്, ഷൂട്ടുള്ള സമയത്ത് രാവിലെ 6 മണിക്ക് പോയിട്ട് രാത്രി 10 മണിക്ക് വരും. ആ സമയത്ത് ചിലപ്പോൾ എനിക്ക് ഹൈദരാബാദായിരിക്കും ഷൂട്ട്, അല്ലെങ്കിൽ എനിക്ക് കൊച്ചിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ക്ലയൻറ്റിൻ്റെ ഇതുണ്ടാവും. ഈ ഓട്ടത്തിനിടയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു 3-4 മിനിറ്റിൻ്റെ വീഡിയോ കോളിൽ പറയുന്നത്, നാളെ ഞാൻ വരും, എനിക്കൊരു ഹഗ് തന്നെ. അതെങ്ങനെ നോ പറയാൻ പറ്റും? ഇല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ഒരു ഉമ്മ കൊടുക്കുക ചേച്ചി. ഞാൻ കൊടുക്കണ്ടേ? അങ്ങനെയില്ല, രണ്ടുപേരും അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഒരാളെ കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് നോട്ട് ഐ വുഡ് റിക്വസ്റ്റ് ഓരോ ഹസ്ബൻഡിനോടും ഞാൻ പറയും, ഈ പറയുന്നതിനെ ഈ തെറ്റായ രീതിയിൽ നിങ്ങൾ കാണുന്നതിന് പകരം ഐ എം ബോൾഡ് ഇനഫ് ടു സേ ദാറ്റ് യെസ്, എൻ്റെ ഭാര്യ എൻ്റെ സേ ദ ക്വീൻ ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞതിന് ജസ്റ്റ് ആസ് യു സെഡ്, ഇതിനേക്കാളും വലുതായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഐ എം മേക്കിംഗ്. അത് ഒപ്പോസ് ചെയ്ത് കുറ്റം പറയാൻ ധൈര്യമുള്ള ആൾക്കാർ അവർ ചെയ്യട്ടെ, കാരണം അവർക്ക് അത്രത്തോളം ഫ്രസ്ട്രേഷൻ ഉണ്ട്, അത്യാവശ്യമായിട്ട് ചികിത്സ ആവശ്യം. ഇല്ല, ഞാനത് ചോദിച്ചതും എനിക്കത് ഫീൽ ചെയ്തതുകൊണ്ട് അത്യാവശ്യമായിട്ട് അവരുടെ ചിന്താഗതി മാറേണ്ടതുണ്ട്. അല്ല, ഈ ഒരുപാട് ഫ്രണ്ട്സുകൾ, ഇപ്പം
ഫ്രണ്ട്സുകളില്ല ഇവർ. അപ്പോൾ ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ അത് ചെയ്ത് കൊടുത്താൽ ഫ്രണ്ട്സുകൾ പറയും ഓ പെൺകോ ആ ഒരു ഇതില്ലേ, ആ ഒരു ചിന്താഗതിയാണ് മാറ്റേണ്ടത്. അപ്പോൾ ആ പുള്ളിക്കാരന് പറയാൻ പറ്റണം അത് എൻ്റെ ഭാര്യയാണ്, അല്ലാണ്ട് ഈ ഫ്രണ്ട്സുകൾ പറയുന്ന പോലെ നടന്നാൽ അവരുടെ ലൈഫ് ഒരിക്കലും. പിന്നെ ഭാര്യ പോയി എന്താ ഭാര്യക്ക് എന്താ സ്നേഹം കൊടുക്കാൻ പറ്റിയില്ല, പോയി കഴിഞ്ഞിട്ട് പിന്നെ സ്നേഹം കൊടുക്കാൻ പറ്റിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുക്കേണ്ട സമയത്ത് നമ്മൾ സ്നേഹം കൊടുത്തേ പറ്റും.